വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സഹകരണ ബാങ്കുകൾ പണം നിക്ഷേപിച്ചത് ചട്ടം ലംഘിച്ചാണെന്ന് വിവരാവകാശ രേഖ പറയുന്നു. CPM നേതൃത്വത്തിൽ ഉള്ള ബാങ്കുകളാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത്. 11 സഹകരണ സംഘങ്ങൾ നിക്ഷേപിച്ചത് 2,20,00,000 രൂപ എന്ന് വിവരാവകാശ രേഖ. അതേസമയം നിക്ഷേപകർക്ക് പണം തിരികെ നൽകിയില്ല എന്ന പരാതിയിൽ വിശദീകരണവുമായി ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി രംഗത്ത് വന്നു. ഒക്ടോബർ അവസാനത്തോടെ, അതായത് ഈ മാസം അവസാനത്തോടെ ഫാക്ടറി തുറക്കാനും നിക്ഷേപകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിയുമെന്ന് വാർത്താക്കുറിപ്പിൽ അവർ വ്യക്തമാക്കുന്നു. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് തത്സമയ മോർണിംഗ് ഷോയിൽ വരുന്നു. പറയൂ സുർജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഷാജി ചുള്ളിയോടിന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇതിൽ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സഹകരണ ബാങ്കുകളുടെ നിക്ഷേപം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. CPM നേതൃത്വത്തിലുള്ള ബാങ്കുകളാണ് വലിയ തോതിൽ പണം നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിക്കുന്നതിന് ജോയിന്റ് രജിസ്ട്രാറുടെ അനുമതി വേണമെന്നുള്ള ചട്ടമുണ്ട്. പക്ഷേ ആ ചട്ടം ഇവിടെ പല ബാങ്കുകളും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ആക്ഷേപമായി നിലനിൽക്കുന്നതും അതുതന്നെയാണ്. 11 സഹകരണ സംഘങ്ങൾ നിക്ഷേപിച്ചത് 2,20,00,000 രൂപയാണ്. വയനാട് ജില്ലയിലെ മാത്രം കണക്കുകളാണ് എന്നുള്ളതാണ് വിവരാവകാശ രേഖയിൽ വ്യക്തമാകുന്നത്. നിക്ഷേപിച്ച ഫണ്ട് അടിയന്തരമായി പിൻവലിക്കണമെന്നും കേരള സഹകരണ നിയമത്തിലെ 57-ാം വകുപ്പിന് വിരുദ്ധമായി ഇത്തരത്തിലുള്ള ഫണ്ട് നിക്ഷേപിക്കാനുള്ള നടപടി പാടില്ലെന്ന് നിർദ്ദേശിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. സഹകരണ വകുപ്പ് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ മറുപടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ജില്ലയ്ക്ക് പുറത്തുള്ള പല സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ധന നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ബാങ്ക് ഈ സൊസൈറ്റി തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് പോലും ഇത്തരത്തിൽ ധനസമാഹരണം നടത്തിയിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള രേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി ബ്രഹ്മഗിരി സൊസൈറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യം, ഒക്ടോബർ അവസാന വാരത്തോടെ പ്രധാനപ്പെട്ട ഉൽപാദന യൂണിറ്റ് തുറക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പ്രവർത്തന മൂലധനം ലഭിക്കാത്തതും വിപണന രംഗത്തെ പ്രശ്നങ്ങളുമാണ് ഈ സ്ഥാപനത്തെ പ്രതിസന്ധിയിലാക്കിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും നിക്ഷേപകരെ സംബന്ധിച്ച് അവരുടെ പണം തിരികെ ലഭിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.